യൂറോപ്പിലെ ആധുനിക മനുഷ്യന് ഉണ്ടായ ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് സാർത്ര ഇട്ട പേരാണ് ഫിലസോഫിക്കൽ ആംഗ്വിഷ്, ഒരു ദാർശനികമായ വ്യഥ. എന്താണ്? മതങ്ങളെല്ലാം പരാജയപ്പെട്ടു. മനുഷ്യന് സ്വസ്ഥത നൽകുന്നതിലും നല്ല ഭരണം നൽകുന്നതിലും യുദ്ധം ഇല്ലാത്ത ഒരു ലോകവ്യവസ്ഥ ഉണ്ടാക്കുന്നതിലും എല്ലാ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളും എല്ലാ തത്വശാസ്ത്രങ്ങളും പരാജയപ്പെട്ടതിൻ്റെ ഫലമായി അവിടുത്തെ ദൈക്ഷണികന്മാരായ ലോകത്തിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, ലോകത്തിൻ്റെ സുസ്ഥിതിയെക്കുറിച്ച് ആകുലാത്മകമായി ചിന്തിക്കുന്ന ദൈക്ഷണികന്മാർക്ക്, ചിന്തകന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, ഭാവനാശാലികൾക്ക്, സർഗപ്രതിഭകൾക്ക് ഒരു സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള, സമൂഹത്തോടുള്ള ഒരു അകൽച്ച, പ്രാചീന ദർശനങ്ങളോടുള്ള അകൽച്ചയുണ്ടായി. ആ അകൽച്ചയുണ്ടായപ്പോൾ അവർക്കുണ്ടായ മാനസിക അവസ്ഥയ്ക്ക് ഇട്ട പേരാണ് ഫിലസോഫിക്കൽ ആംഗ്വിഷ്. ഫ്രഞ്ച് വാക്കിൽ നിന്നുണ്ടായതാണ്. അതിന് ഫിലസോഫിക്കൽ ഫ്രസ്ട്രേഷൻ എന്ന് തർജ്ജമയുണ്ട്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഉപയോഗിച്ച വാക്കാണ് സന്ത്രാസം, ദാർശനികമായ സന്ത്രാസം. വ്യഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം, എങ്കിലും അതിനൊരു അന്തസ്സ് പോരല്ലോ. അങ്ങനെയുണ്ട് ചില വാക്കുകൾ പറയുമ്പോൾ, മുഖ്യമന്ത്രി ഗർജിച്ചു എന്ന് പറയുന്നത് പോലെയല്ല അതിൻ്റെ മലയാള വാക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രി അലറി. അപ്പോൾ വാക്കുകൾക്ക് ചില സന്ദർഭത്തിൽ അതിൻ്റേതായ ഒരു ആഭിജാത്യം കാണിക്കും. തുപ്പലിന് ആഭിജാത്യമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. വെറുതെ ഒരു ആഭിജാത്യ ന്യൂനതയും ഇല്ല തുപ്പലിന്. പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തുപ്പി എന്ന് പറയാൻ തന്നെ കഴിയുന്നതും നാം വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു വാക്കാണ്, എപ്പോഴും ചെയ്യുന്ന കാര്യമാണെങ്കിലും. അപ്പോൾ വാക്കുകളുടെ ഈ ആഭിജാത്യം, വ്യഥ എന്നതിന് ആഭിജാത്യം പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, സന്ത്രാസം എന്നുള്ള വാക്ക്. അപ്പോൾ ഞാൻ ഒരു ആധുനികമായ പദം കൊണ്ടുപോയി ധൃതരാഷ്ട്രയുടെ മാനസിക വ്യഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം സംത്രസ്തനായി. അപ്പോൾ ഈ സംത്രസ്തതയെ പരിഹരിക്കാൻ അദ്ദേഹം പലപ്പോഴും ആശ്രയിക്കുന്നത് ജ്ഞാനത്തോട് വലിയ ദാഹമുള്ള ആളാണ്. ആ ജ്ഞാനമനുസരിച്ച് പ്രവർത്തിക്കില്ലെങ്കിലും ധൃതരാഷ്ട്രം. അത് കേട്ടാൽ അദ്ദേഹത്തിന് മതിവരില്ല. വിതുരരെ തല്ലി ഓടിച്ചിട്ട് പിന്നെയും വിളിക്കും, വിതുരരെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല, നിൻ്റെ ജ്ഞാനം നീ എന്നിലേക്ക് പ്രവഹിപ്പിക്കൂ, ഞാനത് ആവോളം പാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കും. അതിനിടയ്ക്ക് മകൻ്റെ പ്രസ്താവം എഴുന്നേറ്റ് വിടാ എന്ന് പറയും. മകനെക്കുറിച്ച് കുറ്റം പറയാനൊക്കെ ഇല്ല. ഇതിപ്പോൾ ധൃതരാഷ്ട്രം മാത്രം കുഴപ്പമില്ല, നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് കുറ്റം പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുമോ? അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമ്മൾ നടിച്ചിട്ട്, നമ്മളൊക്കെ ഈ വലിയ നടന്മാരാണ്, പോൾ മുനിയേക്കാളും വലിയ നടന്മാരാണ്, ശിവാജി ഗണേശനേക്കാളും വലിയ നടന്മാരാണ് ഈ സാധാരണ ആളുകളെ. ചാൻസ് കിട്ടാത്തതുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്നേ ഉള്ളൂ, ചാൻസ് അന്വേഷിച്ച് നടന്നിട്ടുമില്ല. അപ്പോൾ നടന്മാരായതുകൊണ്ട് അങ്ങനെയാണല്ലേ, ഞാൻ ചെല്ലട്ടെ അവനോട് ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. മറ്റവൻ കുശുമ്പ് കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയും. എൻ്റെ മകനോടുള്ള അസൂയമുണ്ട്, എൻ്റെ മകൻ്റെ പ്രതിഭ കണ്ടിട്ടുള്ള അസൂയമുണ്ട്, എൻ്റെ മകൻ്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള കാക്കയുടെ കുഞ്ഞിനെ പോലെയാണ് ഇരിക്കുന്നത്. എന്നാലും അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. ജ്ഞാനം എത്ര കിട്ടിയാലും, ജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രഭാഷണം എത്ര കേട്ടാലും അദ്ദേഹത്തിന് മതിയാവില്ല. ഇങ്ങനെയുള്ള സാധാരണ ആളുകളുണ്ട്. ആ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജയനെയും വിതുരരെയും വിളിച്ചിട്ടാണ് ഈ സംശയങ്ങളൊക്കെ തീർക്കുക. എന്താണ് ഇത് എന്ന് വെച്ചിട്ട് അവർ ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹം ചെയ്യുമെന്ന് ധരിക്കരുത്, ചെയ്യുകയേ ഇല്ല ഒരു കാരണവശാലും. അതാണ് ഈ അന്ധൻ എന്ന് പറഞ്ഞത്. ഇന്നതാണ് ജ്ഞാനം, ജ്ഞാനപരമായി ചെയ്യേണ്ട കൃത്യം ഇന്നതാണ് എന്ന് അദ്ദേഹത്തിന് സുനിശ്ചിതമായാലും അത് അദ്ദേഹം ചെയ്യാതിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിലെ പ്രമുഖമായ ആന്ധ്യം. വെറുതെ കാണാൻ വയ്യല്ല. കൃത്യങ്ങളെ സംബന്ധിച്ചുള്ള, ധർമ്മകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള കണ്ണു കാണായികയാണ് അദ്ദേഹത്തിൻ്റെ ഒരാന്ധ്യം. അതിൻ്റെ ഭൗതികവൽക്കരണമാണ് മറ്റേ ആന്ധ്യം, മാംസ ചക്ഷുസിൻ്റെ കണ്ണു കാണായിക. ഇവിടെ വിതുരരെ വിളിക്കാൻ നിവൃത്തിയില്ല. എന്താണ്, അദ്ദേഹം പാണ്ഡവർക്ക് അനുകൂലമായേ സംസാരിക്കൂ എന്നാണ് ധാരണ. കാരണം പാണ്ഡവർക്കാണല്ലോ ഇവിടെ വിജയം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് പാണ്ഡവരെ വിളിക്കാൻ നിവൃത്തിയില്ല. അല്ല, വിതുരരെ വിളിച്ച് ചോദിക്കാൻ നിവൃത്തിയില്ല. ഈ മനസ്സിൻ്റെ അസുഖം, മനസ്സിൻ്റെ താൽക്കാലികമായ വിക്ഷോഭം അടക്കാൻ ഒരു ജ്ഞാനോപദേശത്തിന് വിതുരരെ വിളിക്കാൻ സാധ്യമല്ല.
പിന്നെ വിളിക്കാവുന്നവരാണ്, പിന്നെ വിളിക്കാവുന്നത് സഞ്ജയനെയാണ്. സഞ്ജയൻ സത്യം തുറന്നു പറയുന്ന കാര്യത്തിൽ വിതുരരേക്കാൾ ക്രൂരനാണ്. വളരെ ക്രൂരമായ സത്യങ്ങൾ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു കളി. കാരണം ഈ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ആവശ്യമില്ല. മന്ത്രിയും കൂടിയാണ് അദ്ദേഹമേ. ഈ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് മന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ എന്നാണ്. വളരെ ക്രൂരമായ സത്യങ്ങൾ, ഹൃദയം തുളച്ചു കയറുന്ന, കത്തിപ്പിടിക്കുന്ന അഗ്നി സ്പർശമുള്ള സത്യങ്ങൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു കളയും ധൃതരാഷ്ട്രം നോക്കി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സഞ്ജയനെയും വിളിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, വേറൊരു മന്ത്രി ഉണ്ടല്ലോ കണികൻ, കണികനെ വിളിക്കാം. ആളയച്ചു, കണികൻ വന്നു. ലോകത്തിൽ നല്ലത് എന്ന് സങ്കല്പിച്ചിരിക്കുന്ന അതിദുഷ്ടന്മാരായ ആളുകൾ പോലും, ദുര്യോധനൻ പോലും നന്മയാണ് എന്ന് സങ്കല്പിച്ചിട്ടുള്ളതിനെ പോലും അംഗീകരിക്കാത്ത തിന്മയുടെ അതിവക്രനായ ഒരാചാര്യനാണ്, തിന്മയുടെ സ്നേഹിതനാണ്, തിന്മയുടെ മുതുമുത്തശ്ശനാണ്, തിന്മയുടെ ജനയിതാവാണ്, തിന്മയുടെ സ്തോത്രകാരനാണ്, തിന്മയുടെ ഇതിഹാസകാരനാണ് ഈ കണികൻ. കണികൻ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയവനാണ്. അദ്ദേഹത്തെ വിളിക്കാനാവട്ടെ. അദ്ദേഹം വന്നു. അപ്പോൾ പറഞ്ഞിങ്ങനെ, എൻ്റെ മനസ്സാകെ കുഴപ്പത്തിലായിരിക്കുന്നു, താൻ എന്നെ ഒന്ന് ഉപദേശിക്കുക. കൗൺസിലിംഗ് നടത്താനാണ് ഈ പറയുന്നത്. ഈ ശകുനിയെപ്പോലും കടത്തി വെട്ടുന്ന ഈ കണികൻ്റെ ഇല്ല, പ്രവർത്തനമൊന്നുമില്ല അദ്ദേഹത്തിന്. മന്ത്രിയായിട്ടിരിക്കും, മന്ത്രിസഭ കൂടുമ്പോൾ അവിടെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണം പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിനെതിരായിട്ടുള്ളത് ചെയ്താൽ ജനങ്ങൾക്ക് നന്മയായിരിക്കും. രാജാവിനെ ക്രൂരമായി വിമർശിക്കുകയും ചെയ്യും. ഇവരൊന്നും സഭയിൽ വന്ന് വിമർശിക്കുന്നവരല്ല, സഞ്ജയനും വിതുരനുമൊന്നും. ഇദ്ദേഹമാണ് മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട്, രാജാവിൻ്റെ ദർബാർ ഹാളിൽ ഇരുന്നുകൊണ്ട്, സഭാമന്ദിരത്തിലിരുന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് രാജാവിനെ ചീത്ത പറയുന്ന ആളാണ്. രാജാവിനെ ചീത്ത പറയാനാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. ഇപ്പം നേരെ മറിച്ചാണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്തുതിപാഠകന്മാരാണ്. സ്തുതിപാഠകന്മാർക്കാണ് ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയായിട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല. രാജാവിൻ്റെ തിന്മകളെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലെ സാമൂഹ്യമായ ദൂഷ്യങ്ങളെയും എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കേൾക്കുക പറയാനാണ്. ജാബാലി ആയിരുന്നു രാമൻ്റെ കാലത്തെ മന്ത്രി. അദ്ദേഹം രാമന് കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം ആത്തി തിന്മയാണ്. തിന്മയുടെ സാന്ദ്രീകൃതമായ സത്തയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനെതിരായിട്ടുള്ളത് ചെയ്താൽ അത് നാടിന് നന്മയായിരിക്കും, ആളുകൾക്ക് നന്മയായിരിക്കും. അതിനാണ് അദ്ദേഹത്തിന് വെച്ചിരിക്കുന്നത് ശമ്പളവും കൊടുത്ത്. ഈ കണികന് കാരണം ഈ ദുർബുദ്ധികളെല്ലാവരും കൂടെ ദുര്യോധനന്റെ നേതൃത്വത്തിലാണല്ലോ ഒത്തുകൂടിയിരുന്നത്. അപ്പൊ കണികന് ദുര്യോധനുമായിട്ട് വലിയ ദുര്യോധനുമായിട്ട് അടുപ്പമുണ്ട് അദ്ദേഹത്തിന്. ദുര്യോധനന് ഉപദേശം കൊടുക്കും. പക്ഷേ ദുര്യോധനന് ഉപദേശം വേണ്ടി വരാറില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ. എന്താണ് ഈ അനുമസ്തിഷ്കം അങ്ങനെ ഇരിക്കാൻ എപ്പോഴും കൂടെ. അത്രയും പ്രായോഗിക ബുദ്ധിയല്ല കണികൻ. കണികൻ സൈദ്ധാന്തികനാണ്, തിയററ്റീഷ്യനാണ്. ഇദ്ദേഹം അങ്ങനെയല്ല. സൈദ്ധാന്തികനുമാണ്, പ്രായോഗികനുമാണ്, കർമ്മകുശലനുമാണ്. വെറുതെ സിദ്ധാന്തപരമായ ഉപദേശം കൊടുക്കുക മാത്രമല്ല, ആ സിദ്ധാന്തം നടപ്പിലാക്കാനുള്ള ക്രൂരപ്രവൃത്തികൾ ചെയ്യാൻ മടിയുമില്ല, അത് ചെയ്യാൻ അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കണികൻ്റെ ഉപദേശം പലപ്പോഴും ഇദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വരാറില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ദുഷ്ടതയുടെ ഒരു സാഗരം ഇരിക്കുകയാണ്. ദുര്യോധനൻ്റെ കയ്യിൽ അമ്മാവനെന്ന് പറയുന്ന ദുഷ്ടതയുടെ സാഗരം ഇരിക്കുമ്പോൾ മറ്റേ ഇത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് കണികൻ. കണികൻ ആരാണ്? ബ്രാഹ്മണനാണേ. അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലല്ല, വളരെ പിൻപന്തിയിലായിരിക്കും. പക്ഷേ ഉപദേശങ്ങളോടും കണികനെ വിളിച്ചു. എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം പോകത്തക്ക വിധത്തിൽ മിസ്റ്റർ കണികൻ എന്നെ ഉപദേശിക്കൂ എന്ന് പറഞ്ഞു. ഉപദേശിക്കാൻ പറഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല. പിന്നെ നിർത്താൻ പറഞ്ഞാൽ അദ്ദേഹം നിർത്തുള്ളൂ. അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്.